മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗത്ത് കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും കൂടി പാണ്ഡവരുടെ പാളയത്തിലെത്തുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുന്നു. അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. പകച്ചു പായുന്ന ആനകൾ നിലത്ത് കിടന്നവരെ ചവിട്ടി അരച്ചു. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്ത് വച്ച് കൃപരും കൃതവർമാവും കൊന്നുവീഴ്ത്തി. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുത് കൊമ്പിട്ടു നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്ന് കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെക്കൊണ്ടും ഗജ അശ്വങ്ങളെക്കൊണ്ടും ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അത് നേർത്ത മൂളലായി ഞരക്കമായി അടങ്ങി. ശിബിരം എന്ന് പറഞ്ഞാൽ പടകുടീരം. ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടി ഓടാൻ ചെന്നവരെ അതിനുള്ളിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് അശ്വത്ഥാമാവ് കൊല്ലുകയാണ്. അതിനിടയിൽ ചിലർ പുറത്തു ചാടി ഓടാൻ ശ്രമിച്ചു. പക്ഷേ ഇതിൻ്റെ ദ്വാരദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവാടം, അകത്തേക്ക് കടക്കുന്ന ഭാഗം, അവിടെ ആരുണ്ട്? കൃപരും കൃതവർമാവുമുണ്ട് അല്ലേ? അവരെ അവിടെ നിർത്തിയിരിക്കുകയാണ് അശ്വത്ഥാമാവ്. അപ്പം കൃപരും കൃതവർമാവും ആ ദ്വാരദേശത്ത് വെച്ച് പുറത്തേക്ക് ചാടി ഓടാൻ ശ്രമിക്കുന്നവരെ കൊന്നുവീഴ്ത്തി. ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, കവചങ്ങളില്ല, ഇതൊന്നുമില്ല. എന്നിട്ടും അവർ, അതായത് തിരിച്ചടിക്കാൻ ഒന്നുമില്ലാത്ത അവർ തൊഴുത് കുമ്പിട്ടു നിന്നു. ഇവരുടെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. പക്ഷെ ഒരുവനെയും അവർ വെറുതെ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. മാത്രമല്ല ദ്വാരദേശത്ത് നിൽക്കുന്ന കൃപരും കൃതവർമാവും ദ്രൗണിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി, ദ്രൗണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് അല്ലേ? അശ്വത്ഥാമാവിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രീണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിപ്പിക്കുക. അശ്വത്ഥാമാവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കൂടാരങ്ങൾക്ക് 3 വശവും അവർ തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്ന് കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി അല്ലേ? ഇരുട്ടിലാണ് ഇപ്പോഴാ കൂടാരത്തിന് തീ കൊടുത്തപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ദ്രൗണി കൊല നടത്തുന്നത്. പാഞ്ഞടുക്കുന്നവരെയും അതുപോലെ പാഞ്ഞൊഴിയുന്നവരെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെയും ഒരുവനെയും വെറുതെ വിട്ടില്ല. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ട്, ചിലർ കൈയും കാലൊക്കെ വെട്ടേറ്റിട്ട് മുഴുവൻ ചാവാതെ അല്ലേ, ശ്വാസം പോവാതെ കിടക്കുന്നവരുണ്ട്. ചിലരാണെങ്കിൽ മുഴുവൻ ചത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടും ഗജ അശ്വങ്ങളെ കൊണ്ടും ആനകളെയും കുതിരകളെയും കൊണ്ടും ഭൂമി ഭീമദർശനമായി. ഗംഭീരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത്. സർവത്ര കൂട്ട നിലവിളി തന്നെ. സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അത് മൂളലായി ഞരക്കമായി അടങ്ങി. പരിക്കേറ്റ് നിലവിളിക്കുന്നവർ ആദ്യം ഉറക്കം നിലവിളിച്ചു. പിന്നീട് അത് മരണത്തിലേക്ക് അടുക്കുമ്പോൾ മൂളലായിട്ട് ഞരക്കമായി മാറി പിന്നീട് അവസാനിക്കുന്നു. പ്രഭാതമായി. മനുഷ്യച്ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപ്പിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നതുപോലായി. അങ്ങനെ നേരം വെളുത്തു. മനുഷ്യച്ചോരയിലാണ്ട് നിൽക്കുകയാണ് ദ്രൗണിയുടെ വാൾപ്പിടി അല്ലേ? വാളിൻ്റെ പിടി, വാൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭാഗം മനുഷ്യച്ചോരയിലാണ്ടിരിക്കുന്നു. ആ ചോരയിലാണ്ട വാൾപ്പിടി കൈപ്പടത്തോട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കൈപ്പടവും വാളിൻ്റെ പിടിയും ഒന്നായി തീർന്നതുപോലെ ആയി. അതായത് രക്തത്തിൽ കുളിച്ച് നിന്നിട്ട് രക്തം കട്ട പിടിച്ചപ്പോൾ ആ വാൾപ്പിടിയും കൈയും ഒന്നായി തീർന്നതുപോലെ കാണാനായി. രാത്രി ആളുകൾ ഉറങ്ങി. എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു. തലേ ദിവസം രാത്രി അദ്ദേഹം ആ കുടീരത്തിലേക്ക്, ശിബിരത്തിലേക്ക് കയറിയപ്പോൾ അവിടെ എല്ലാവരും ഉറങ്ങി. നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ്, അല്ലെങ്കിൽ നിശബ്ദമായ ശിബിരത്തിലേക്കാണ് ആര് കടന്നു ചെന്നത്?
തലേ ദിവസം രാത്രി അശ്വത്ഥാമാവ് കടന്നു ചെന്നത്. ഇപ്പോഴും അവിടെ നിശബ്ദമാണ്. എങ്ങനെയാണ് നിശബ്ദമാകുന്നത്? ആളുകളൊക്കെ കൊല്ലപ്പെട്ട് അവർ ശാശ്വതമായൊരു ഉറക്കത്തിലേക്ക് മരണത്തിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ആകെ ഒരു മൂകത അവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോന്നു. കയറി ചെല്ലുമ്പോഴും നിശബ്ദമായിരുന്നു, ആ ശിബിരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ നിശബ്ദമായിരുന്നു. പുറത്തു വന്ന് 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ച് കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്നാർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ശിബിരത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അശ്വത്ഥാമാവ് ആരോട് പറഞ്ഞു? കൃപരോടും കൃതവർമാവിനോടും പറഞ്ഞു. ശിബിരദ്വാരത്തിൽ അവർ ചെയ്ത കൊലകളെപ്പറ്റി ആരും പറഞ്ഞു? കൃപരും കൃതവർമാവും അശ്വത്ഥാമാവിനോടും പറഞ്ഞു. എന്നിട്ടവർ ഭാഗ്യം ഭാഗ്യം എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആരുടെ അടുക്കലേക്ക് പോയി? ദുര്യോധനൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോഴേക്ക് ദുര്യോധനിൽ നന്നെ കുറച്ചേ ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദ്ദിച്ചും നിലത്ത് ചൈതന്യമറ്റുരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചുഴന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുമുണ്ട്. ഇവർ 3 പേരും ചെല്ലുമ്പോഴേക്കും ദുര്യോധനനിൽ വളരെ കുറച്ച് ജീവൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ശ്വാസം എടുത്തു വലിച്ചും വേദന കൊണ്ട് നിലത്ത് കിടന്ന് ഉരുണ്ടും ചോര ഛർദ്ദിച്ചുമൊക്കെ ചൈതന്യമറ്റിങ്ങനെ ഉരുളുകയാണ്. കടിച്ചു വലിക്കാനാണെങ്കിൽ കുറുക്കന്മാരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. മരിച്ച് ശ്വാസം നിലച്ചിട്ട് വേണം അത് കടിച്ചു വലിക്കാൻ എന്ന രീതിയിലാണ് കുറുക്കന്മാരവിടെ നിൽക്കുന്നത്. അദ്ദേഹം വളരെ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുമുണ്ട്. ചോരയിലാണ്ട ഈ 3 പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ. ചോരയിൽ കുളിച്ച് 3 പേരും, ആരൊക്കെയാണ് 3 പേര്? കൃപര്, കൃതവർമാവ്, അശ്വത്ഥാമാവ് 3 പേരും ദുര്യോധനൻ്റെ അടുത്തേക്ക് കുതിച്ചു. അവിടെ ദുര്യോധനൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് അശ്വത്ഥാമാവ് പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, അതായത് ജീവൻ പോയിട്ടില്ലല്ലോ. കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. എന്തായാലും മരണത്തിന് മുമ്പ് കേൾക്കാൻ ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്യകിയും ഉൾപ്പെടെ 7 പേരും, നമ്മളിൽ ഞങ്ങൾ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പാണ്ഡവരായ 5 പേര്, അവരും വാസുദേവൻ അതായത് കൃഷ്ണനും സാത്യകി കൃഷ്ണൻ്റെ തേരാളിയായ സാത്യകിയും ഉൾപ്പെടെ 7 പേര്, അവർ ഓഘവ നദിയുടെ തീരത്തായിരുന്നു. പിന്നെ നമ്മളിൽ ഞങ്ങൾ 3 പേരും, അതായത് ഇനി ബാക്കിയുള്ളത് കൗരവരിൽ ബാക്കിയുള്ളത് ആരാണ്? കൗരവപ്പടയുടെ സേനാധിപതികളായിട്ട് ബാക്കിയുള്ളത് കൃപര്, കൃതവർമാവ്, അശ്വത്ഥാമാവ്. അപ്പോൾ ഈ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് ദ്രൗണി പറയുന്നത്. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരുമൊക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു. ദ്രൗപദിയുടെ അതായത് പാഞ്ചാലിയുടെ മക്കളും അവരുടെ സഹോദരനായ ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരൊക്കെ കൊല്ലപ്പെട്ടു. അവർ ചെയ്ത ചതിക്കൊക്കെ എന്ത് ചെയ്തു? പകരം വീട്ടിയെന്നും ഇവർ 3 പേരും ദുര്യോധനനോട് പറഞ്ഞു. ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം വന്നു പറഞ്ഞു, എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സ്വസ്തി. ഇനി സ്വർഗത്തിൽ കാണാം. ഇത് കേട്ടപ്പോൾ ദുര്യോധനൻ അല്പം കൂടി ഒരു ചൈതന്യമൊക്കെ വന്നു. അല്ലേ, കേൾക്കാൻ ആഗ്രഹിച്ചതാണ് കേട്ടത്. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, ഭീഷ്മരും കർണനും ദ്രോണരും അവരൊന്നും ചെയ്തു തരാത്ത കാര്യമാണ് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നത്. അതുപോലെ ശിഖണ്ഡിയെ അതായത് അംബയുടെ പുരുഷാവതാരത്തെ കൊന്നതിൽ ഞാനിന്ന് ഇന്ദ്രന് സമാനനായി എന്നാണ് ദുര്യോധനൻ പറയുന്നത്. നിങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ. ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ അയാളുടെ ശബ്ദം നിന്നു. പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവൻ വെടിഞ്ഞു. അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു.
പ്രാണൻ വിണ്ണേറി. വിണ്ണ് എന്ന് പറഞ്ഞാൽ ആകാശം. പ്രാണൻ ശരീരം വിട്ട് പോയി. അങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏതു യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവാം. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധം അവസാനിച്ചത്. ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ തുടങ്ങിയ യുദ്ധം ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ ഒരു ധർമ്മയുദ്ധമായിട്ടാണ് തുടങ്ങിയത്. 18-ാം ദിവസം രാത്രി സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ അറുകൊലയിൽ അത് അവസാനിച്ചു. എല്ലാ വ്യവസ്ഥകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു പാണ്ഡവർ വിജയം വരിച്ചത്. പാണ്ഡവരെയും ഒടുവിൽ അശ്വത്ഥാമാവ് കൊന്നു. ഇതിനർത്ഥം ഏതു യുദ്ധവും എന്ത് വ്യവസ്ഥയിൽ തുടങ്ങിയാലും അവസാനം അതിൻ്റെ കലാശം, അതായത് അവസാന ഫലം ഇതൊക്കെ തന്നെയാവും എന്ന് തന്നെയാണ്. ഈ യുദ്ധത്തിൻ്റെ മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠന് വ്യാസൻ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ രണ്ട് പേരിട്ട് വ്യവഹരിച്ചതിലും ഈ ഒരാശയം ഉൾച്ചേർന്നിരിക്കുന്നു. അപ്പോൾ പാശ്ചാത്യ സാഹിത്യങ്ങളിലെ എപ്പിക്കുകളെപ്പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതേതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഈ യുദ്ധത്തിൻ്റെ മുഖ്യ നേതാവ് ആരായിരുന്നു? ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠൻ. ധാർത്തരാഷ്ട്രർ എന്നാൽ ധൃതരാഷ്ട്രരുടെ മക്കൾ. ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠൻ ആരാണ്? ധൃതരാഷ്ട്രരുടെ മക്കളിൽ മൂത്തവൻ, അല്ലേ? എല്ലാ മക്കളിലും ജ്യേഷ്ഠനായവൻ. അതാരാണ്? ദുര്യോധനൻ. ദുര്യോധനന് വ്യാസൻ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ രണ്ട് പേരിട്ട് വ്യവഹരിച്ചതിലും ഈ ഒരാശയം ഉൾച്ചേർന്നിരിക്കുന്നു. അതായത് ദുര്യോധനന് രണ്ട് പേരുണ്ട്. എന്താണ്? വ്യാസൻ സുയോധനൻ എന്നും ഉപയോഗിക്കുന്നുണ്ടതിൽ, ദുര്യോധനൻ എന്നും രണ്ട് പേര് നൽകിയിട്ടുണ്ട്. വിരുദ്ധ അർത്ഥത്തിലുള്ള പേര്, രണ്ട് പേരുകളാണവ. വിരുദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ സുയോധനൻ എന്നതിന് അർത്ഥം നന്നായി യുദ്ധം ചെയ്യുന്നവൻ. അതായത് യോധനൻ എന്ന് പറഞ്ഞാൽ ആയുധമെടുത്തവൻ എന്നാണ് അർത്ഥം. നന്നായി ആയുധം കൈകാര്യം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ക്ഷത്രിയ ശ്രേഷ്ഠൻ എന്നൊക്കെയാണ് സുയോധനൻ എന്നതിന് അർത്ഥം. എന്നാൽ ദുര്യോധനൻ എന്നതിനർത്ഥം തെറ്റായി യുദ്ധം ചെയ്യുന്നവൻ, അതായത് അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതിൽ പ്രയാസം അനുഭവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ദുര്യോധനൻ എന്ന വാക്കിനതാണ് അർത്ഥം. അപ്പോൾ സുയോധനൻ, ദുര്യോധനൻ ഇവ രണ്ടും വിരുദ്ധാർത്ഥങ്ങളായ രണ്ട് പേരുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദുര്യോധനൻ നന്നായി യുദ്ധം ചെയ്യുന്നവനാണ്. പക്ഷേ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവസാനം അദ്ദേഹം പരാജയപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാവാം വ്യാസൻ മഹാഭാരതത്തിൽ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും രണ്ട് പേരുകൾ നൽകിയതെന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നു. അപ്പോൾ പാശ്ചാത്യ സാഹിത്യങ്ങളിലെ എപ്പിക്കുകളെപ്പോലെ, എപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇതിഹാസം എന്നർത്ഥം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ പൂർവ്വ ചരിത്രങ്ങൾ കഥാവസ്തുവായിട്ടുള്ള കൃതികൾക്കാണ് നമ്മൾ ഇതിഹാസം എന്ന് പറയാം. ചരിത്രമുണ്ടാവും, ഭാവനയും അതിൽ ഉൾച്ചേർന്നിരിക്കും. പാശ്ചാത്യ സാഹിത്യങ്ങളിലെ ഇതിഹാസ കൃതികളിൽ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിക്കുന്ന കൃതികളാണ് പാശ്ചാത്യ സാഹിത്യങ്ങളിലെ ഇതിഹാസങ്ങൾ. എന്നാൽ അതുപോലെയല്ല, നേരെ മറിച്ച് മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഭാരതേതിഹാസം, അതായത് ഇതിഹാസ കഥയായ മഹാഭാരതം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല എന്നും മാരാര് പറയുന്നു. ഏത് യുദ്ധവും അവസാനിക്കുന്നത് ഒരു ദുരന്തത്തിലാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ നഷ്ടമാകുന്നു, പ്രകൃതിക്കത് ദോഷമാകുന്നു. അപ്പോൾ എന്തായാലും ജയിച്ചവർ തന്നെയും യുദ്ധത്തിൽ
വിജയിച്ചവരും ജീവിതകാലം മുഴുവൻ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം അവരുടെ ജയം ഒരിക്കലും ജയമാവുന്നില്ല. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുള്ള ജയം എന്തല്ല, യഥാർത്ഥ വിജയമല്ല. അതുകൊണ്ട് തന്നെ ഭാരത ഇതിഹാസം നമുക്ക് കാണിച്ചു തരുന്നതും എന്തു തന്നെയാണ്, ഒരു യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തമാണ്. ഇത് എക്കാലത്തും പ്രസക്തവുമാണ്. ഇതിഹാസമെന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. ഇതിഹാസം എന്നാൽ നടന്ന കഥ എന്നാണ് അർത്ഥം. പക്ഷെ ഭാരതമാകട്ടെ, മഹാഭാരതം കഥയാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ സഹോദരങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, വിനകൾ കാട്ടി തന്നതാവാം മഹാഭാരതം കഥയിലൂടെ വ്യാസൻ. എന്നിട്ടും യുദ്ധങ്ങളുണ്ടായി. ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, ഇവയുടെയൊക്കെ കെടുതി നാം അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ യുദ്ധം ഒരു തരത്തിലും വിജയമല്ല, അതൊരു പരാജയം തന്നെയാണ്. ലോകത്ത് ഇന്നേ വരെ നടന്ന ഒരു യുദ്ധവും വിജയമായിരുന്നില്ല. തലമുറകളോളം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വൻ പരാജയങ്ങളായിരുന്നു യുദ്ധങ്ങൾ. ഇതുതന്നെയാണ് മഹാഭാരതം കഥയിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠവും. ശേഷമുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.